പാലക്കാട് ചിറ്റൂർ റേഞ്ചിൽ എക്സൈസ് വകുപ്പ് പരിശോധനയ്ക്ക് അയച്ച കള്ളിൻ്റെ സാമ്പിളിൽ ചുമമരുന്നിൻ്റെ സാന്നിധ്യം കണ്ടു. കുറ്റിപ്പള്ളം വണ്ണമട ഷാപ്പുകളിൽ നിന്ന് ശേഖരിച്ച കള്ളിൽ നിന്നാണ് ചുമമരുന്നിൽ ഉൾപ്പെടുന്ന ബെനാട്രിൽ എന്ന രാസപദാർത്ഥം കണ്ടെത്തിയത്. ഷാപ്പ് ഉടമകൾക്കെതിരെ എക്സൈസ് കേസെടുത്തു. ഈ രണ്ട് ഷാപ്പുകളും, അതായത് രണ്ട് സ്ഥലത്തു നിന്നാണ് ഇത് കളക്ട് ചെയ്ത് രണ്ട് ഷാപ്പുകളുടെ ഉടമ ഒരാളാണ്. അപ്പോൾ പ്രേക്ഷകർ പറയുന്നു, ചിലപ്പോൾ ഈ ചുമയുടെ മരുന്ന് തന്ന കുപ്പിക്കകത്ത് കള്ളൊഴിച്ചിട്ടാണോ? അങ്ങനെയല്ലെന്നേ. ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് നിന്ന് ചേരുന്നു. ശ്രീജിത്തെ, പ്രേക്ഷകരുടെ സംശയം ന്യായമാണോ? പറയൂ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ആ സംശയത്തിന് യാതൊരു തർക്കവും വേണ്ട. ആ സംശയം വെറും ഒരു സംശയം മാത്രമാണ്. പക്ഷേ ഇത് പിടിച്ചിരിക്കുന്ന കള്ള് ഷാപ്പിൽ നിന്ന് പിടിച്ചിരിക്കുന്ന വലിയ ടിന്നുകളിൽ നിന്നാണ്. എങ്ങനെയായാലും ഈ വെനാഡ്രിൽ എന്ന ഈ ചുമമരുന്നിൻ്റെ അല്ലെങ്കിൽ ഈ കഫ് സിറപ്പിൻ്റെ സാന്നിധ്യം ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയുമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊരു പരിശോധന. രണ്ടുപേർ കുടിച്ചു, അവർക്ക് ചെറിയ സംശയം തോന്നി, അവരാണ് ഇത് എക്സൈസ് വകുപ്പിനെ അറിയിക്കുന്നത്. അങ്ങനെ എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധന നടത്തി. പരിശോധനയിൽ കള്ളിൻ്റെ സാമ്പിൾ എടുത്തു. അതിനുശേഷം ഇത് കാക്കനാട്ടെ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. കൃത്യമായ രീതിയിൽ ഇത് ചുമമരുന്നിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്ന് ഒരു ഉച്ചയോടുകൂടി എക്സൈസിൻ്റെ ഉദ്യോഗസ്ഥർ ഈ ഒരു പരിശോധനയുടെ ഭാഗമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയുമെന്നാണ് പറയുന്നത്. രണ്ട് ഷാപ്പുകളുടെയും ലൈസൻസി ഒരാൾ തന്നെയാണ്. ഈ ഒരാൾക്കെതിരെ ഇപ്പോൾ എക്സൈസ് വകുപ്പ് കേസെടുത്തിട്ടുണ്ട്. ഇയാളുടെ ലൈസൻസ് റദ്ദാക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് അടക്കം കടക്കുമെന്നാണ് പറയുന്നത്. അതായത് വീര്യം കൂട്ടാൻ വേണ്ടി ചുമമരുന്നിൻ്റെ ചുമമരുന്ന് കൂടി ഇതിലേക്ക് ചേർക്കുന്നു എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ ഈ പരിശോധനയിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. എസ് കെ എൻ.